ചെയ്തു? വായപൊത്തി പിടിച്ചു മോഹിച്ചാ? എന്നിട്ട് വീണ്ടും കയറി വന്നു. പിന്നെയും തട്ടിയിട്ടു. അല്ല തട്ടിയിട്ട് പിന്നെ അവനെന്താ ചെയ്തത്? അവൻ താന്നു പോയ. മാളയിൽ 6 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ജോജോയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതോടെ കുളത്തിൽ തല മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് വിശദീകരിച്ചു. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോക്ഷപ്രകടനവുമുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു മാള കൂഴൂരിൽ നാടിനെ ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത്. വീടിന് സമീപത്ത് വെച്ച് കാണാതായ കുട്ടിയെ പിന്നീട് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയും പ്രതിയും ഒന്നിച്ച് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതാണ് വഴിത്തിരിവായത്. സംശയം തോന്നിയ പോലീസ് പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കുട്ടി വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതോടെയാണ് പ്രതി ക്രൂരമായ കൊലപാതകം നടത്തിയത്. ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ്. എന്തിന് കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി എന്നതെല്ലാം പ്രതി ജോജോ തെളിവെടുപ്പിനിടെ പോലീസിനോട് വിശദീകരിച്ചു. ഞാൻ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചപ്പോ പൊതറി. എനിക്ക് ദേഷ്യം കയറിയപ്പോ ഞാൻ പിന്നെയും തട്ടിയിട്ടു. പിന്നെയും കയറി വന്നു. പിന്നെയും തട്ടിയിട്ടു. എന്നിട്ട് ഞാൻ പോയി. അവനെന്താ ചെയ്തത്? അവനോട് അവൻ താന്നു പോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നു പോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം ഉന്തിട്ടതല്ലേ? പിഞ്ചോമനയുടെ കൊലപാതകം ഉൾക്കൊള്ളാനാവാതെ നാട്ടുകാർ. തെളിവെടുപ്പിനിടെ ജനരോഷം അണപൊട്ടി. ജോജയ്ക്ക് നേരെ പാഞ്ഞെടുത്ത ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പണിപ്പെട്ടു. 7 മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി തിരികെ മടങ്ങി. കോടതിയിൽ ഹാജരാക്കിയ ജോജയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം വലിയൊരു തർക്കമാണ് പോലീസുമായി ഉണ്ടായത്. ആ പോലീസിന്റെ നടപടിയെ നാട്ടുകാർ വലിയ തോതിൽ എതിർക്കുന്നുണ്ട്. സുരക്ഷിതമായി പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ആ തീരുമാനത്തിനെതിരെയാണ് നാട്ടുകാരുടെ വലിയ രോഷമുണ്ടാകുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധമാണ് അത്. പക്ഷേ ഈ പോലീസ് പ്രതീക്ഷിച്ചതിലപ്പുറത്തേക്ക്